കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കുന്നൊരു മണ്ഡലമാണ് ആലപ്പുഴ. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 20 സീറ്റിൽ 19 UDF സ്വന്തമാക്കിയപ്പോൾ ആ ഒരു സീറ്റ് ഇടതുപക്ഷത്തിനു വേണ്ടി നിലനിർത്തിയത് ആലപ്പുഴ മണ്ഡലമാണ്. കനലൊരു തരി എന്ന പോലെ AM ആരിഫ് അന്ന് കത്തിനിന്നു. AM ആരിഫും കോൺഗ്രസിന്റെ ഷാനിമോൾ ഉസ്മാനും BJPയുടെ ഡോക്ടർ KS രാധാകൃഷ്ണനുമാണ് ആലപ്പുഴയിൽ അന്ന് മുഖാമുഖം വന്നത്. കഷ്ടിച്ച് 10,000 കടന്ന ഭൂരിപക്ഷത്തിൽ AM ആരിഫ് വിജയിച്ച ആലപ്പുഴയുടെ ഒഴുക്ക് ഇത്തവണ എങ്ങോട്ടാകുമെന്ന് പറയാൻ സാധിക്കാത്ത അവസ്ഥയാണ്. 3 സ്ഥാനാർത്ഥികളും ഒന്നിനൊന്ന് മെച്ചം. 2019 സംസ്ഥാനത്ത് വിജയിച്ച ഏക സീറ്റ് എന്ന നിലയിൽ CPMന്റെയും ഇടതുപക്ഷ മുന്നണിയുടെയും അഭിമാന പോരാട്ടമാണ് ആലപ്പുഴയിൽ 2024 നടക്കുന്നത്. CPM സ്ഥാനാർത്ഥിയായി AM ആരിഫ് ഇക്കുറിയും ഇറങ്ങുമ്പോൾ കോൺഗ്രസിനായി ഷാനിമോൾ ഉസ്മാന് പകരം മണ്ഡലത്തിലെ മുൻ MP കൂടിയായ KC വേണുഗോപാലാണ് പോരാട്ടത്തിന് സജ്ജമായിരിക്കുന്നത്. 2014 CPMലെ CB ചന്ദ്രബാബുവിനെ 19,407 വോട്ടുകൾക്ക് KC വേണുഗോപാൽ പരാജയപ്പെടുത്തി. ഇതിനു മുൻപ് 2009 KC ആലപ്പുഴ ലോക്സഭാ മണ്ഡലം സ്വന്തമാക്കി. അന്ന് 57,635 ആയിരുന്നു KC വേണുഗോപാലിന്റെ ഭൂരിപക്ഷം. BJP ആവട്ടെ കഴിഞ്ഞ വട്ടം ആറ്റിങ്ങലിൽ പരാജയപ്പെട്ട ശോഭാ സുരേന്ദ്രനെയാണ് ഇത്തവണ സ്ഥാനാർത്ഥിയായി ആലപ്പുഴയിൽ എത്തിച്ചിരിക്കുന്നത്. അരൂർ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം, കരുനാഗപ്പള്ളി എന്നിവയാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് ശതമാനം ഇക്കുറി BJP ശോഭാ സുരേന്ദ്രനിലൂടെ ഉയർത്താനാണ് ശ്രമം. എന്നാൽ BJPയുടെ വോട്ട് ശതമാനം ഉയരുമ്പോൾ കുറയുന്നത് ഇടതുപക്ഷത്തിന്റെയോ വലതുപക്ഷത്തിന്റെയോ വോട്ടുകളായിരിക്കും. 3 സ്ഥാനാർത്ഥികളുടെയും പ്രചാരണം ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായൊരു പോരാട്ടം ആലപ്പുഴയിൽ നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ആര് ജയിക്കുമെന്ന കാര്യത്തിൽ വ്യക്തമായൊരു നിലപാട് സ്വീകരിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇതിനു മുൻപും KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിച്ചപ്പോൾ അപ്പോഴൊക്കെ മണ്ഡലം KCക്ക് തന്നെ സ്വന്തമായിട്ടുമുണ്ട്. ഇത് ആരിഫിനൊരു വെല്ലുവിളിയായേക്കും. BJPക്ക് വേണ്ടി മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രന് ആലപ്പുഴയിൽ നല്ല രീതിയിൽ സ്വീകാര്യത ലഭിക്കുന്നത് മറ്റൊരു അപ്രതീക്ഷിത ജയത്തിന് സാധ്യത കൂട്ടുന്നുണ്ട്. ശക്തമായൊരു ത്രികോണ മത്സരം ആലപ്പുഴയിൽ നടക്കുമ്പോൾ വ്യക്തമായൊരു ധാരണ തിരഞ്ഞെടുപ്പ് ഫലം വന്നാൽ മാത്രമേ അറിയാൻ സാധിക്കൂ. ഒന്നിനൊന്ന് ശക്തരായ പോരാളികളിൽ ജനം തിരഞ്ഞെടുക്കുന്നത് ആരെയെന്ന് കണ്ടറിയാം.